കേന്ദ്ര ബജറ്റിന് ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ച് കേന്ദ്രം. ഭാരതത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള അടുത്ത വലിയ ആശയം നിങ്ങളിൽ നിന്നായിരിക്കാം എന്ന പരസ്യം നൽകിയാണ് ക്ഷണം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, എന്തായാലും ജനങ്ങളെ കൂടി വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നു. ബജറ്റിന് ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നു. തികച്ചും അഭികാമ്യമായ ഒരു ഇടപെടൽ അല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? നമ്പ്യാർ, തീർച്ചയായും കേന്ദ്ര ബജറ്റ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ അവതരിപ്പിക്കാനിരിക്കുന്നതിന് മുൻപായാണ് ബജറ്റ് തയ്യാറാക്കുന്നതിന് വിവിധ തരത്തിലുള്ള നടപടികളാണ് നിലവിൽ ധനമന്ത്രാലയം സ്വീകരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനമന്ത്രിമാരുമായും സാമ്പത്തിക മേഖലയിലെ വിദഗ്ധരുമായും കൂടിയാലോചനകൾ നടത്തുന്നു. അത്തരത്തിൽ ബജറ്റ് തയ്യാറാക്കുമ്പോഴാണ് രാജ്യത്തെ ജനങ്ങളോടും അവരുടെ കാഴ്ചപ്പാടുകൾ, ബജറ്റിൽ ഏതെല്ലാം തരത്തിലുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തണം, ഏത് രീതിയിലുള്ള പദ്ധതികളിലേക്ക് തുക മാറ്റി ചെലവഴിക്കണമെന്നത് സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ കൂടി പങ്കുവെക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതൊരു പരസ്യത്തിന്റെ രൂപത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിലെ വാചകം തന്നെ ഭാരതത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള അടുത്ത വലിയ ആശയം നിങ്ങളിൽ നിന്നായിരിക്കാം. അതായത് ഓരോ സാധാരണക്കാരായ പൗരന്മാർ നൽകുന്ന ഗുണകരമായിട്ടുള്ള ആശയങ്ങൾ, അതിന്റെ നിർദ്ദേശങ്ങൾ, അതെല്ലാം ഉൾക്കൊണ്ടിച്ചുകൂടി ആയിരിക്കും ഈ തവണത്തെ ബജറ്റ് അവതരണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പ്രൊസീജിയർ വിവിധ വർഷങ്ങളിലായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വമ്പൻ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് നടപ്പാക്കാൻ സാധിക്കുന്ന, സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന പദ്ധതികളിൽ സാമ്പത്തികം മാറ്റിവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോദി സർക്കാരിന്റെ ബജറ്റ് അവതരണം ഉണ്ടാകാറുള്ളത്. ആ ബജറ്റിലേക്കാണ് ഇപ്പോൾ രാജ്യത്ത് ജനങ്ങളുടെ ആശയങ്ങൾ കൂടി സ്വീകരിക്കുമെന്ന അറിയിപ്പ് നൽകിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. യെസ്, കേന്ദ്ര ബജറ്റിന് ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ച കേന്ദ്രം. ഭാരതത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള അടുത്ത വലിയ ആശയം നിങ്ങളിൽ നിന്നായിരിക്കാമെന്ന പരസ്യം നൽകിയാണ് ക്ഷണം. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.